ഹായ് കുട്ടികളെ, എല്ലാ മക്കൾക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഊർജ സ്രോതസ്സുകളിലെ ആ ഒരു പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന മക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്താണ് മക്കളെ ഊർജം, അല്ലാന്നുണ്ടെങ്കിൽ എനർജി എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. അപ്പൊ എന്താണ് ഊർജം എന്ന് മനസ്സിലായല്ലോ അല്ലേ? അടുത്ത പ്രവർത്തനം നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? അത് എഴുതി നോക്കാനാണ് പറയുന്നത്. ഏതെല്ലാമാണ്? പാചകം ചെയ്യാൻ, അതുപോലെ തന്നെ ലൈറ്റ് പ്രകാശിപ്പിക്കാൻ, ഫാന് തിരിയാൻ, ഇസ്തിരിയിടാൻ, മോട്ടോർ പ്രവർത്തിക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ, അല്ലെ? ഇനിയും ഇതുപോലെ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് എഴുതി കൊടുക്കുക. ഇനി പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? എന്തിൽ നിന്നൊക്കെയാണ് പാചകം ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നത്? വിറകടുപ്പ്, മണ്ണെണ്ണയടുപ്പ്, ഗ്യാസ് അടുപ്പ്, ചാണകവരളി, അറക്കപ്പൊടി അടുപ്പ്, വൈദ്യുതി അടുപ്പ്, പിന്നെയോ നീരാവി ഉപയോഗപ്പെടുത്തിയുള്ള പാചകം, അതുപോലെ തന്നെ സൗരോർജം. ഇതൊക്കെ പാചകം ചെയ്യാനുള്ള ഊർജാണ് അല്ലേ? ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? ഏതൊക്കെയാണ്? വിറകടുപ്പില് വിറക്, മണ്ണെണ്ണയടുപ്പില് മണ്ണെണ്ണ, ഗ്യാസ് അടുപ്പ് പാചകവാതകം, ചാണകവരളിയില് ചാണകം, അറക്കപ്പൊടി അടുപ്പിലോ അറക്കപ്പൊടിയാണ്, വൈദ്യുതി അടുപ്പ് വൈദ്യുതി ഉപയോഗിച്ച്. എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. കത്താൻ സഹായിക്കുന്നത് എന്ത്? എന്തൊക്കെയാണ്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? അടുപ്പിൽ എന്തൊക്കെയാണ്? വിറക് നന്നായിട്ട് കത്താറുണ്ടോ? വീട്ടില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? അമ്മമാര് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? വിറക് കെട്ടുപോകുന്ന സമയത്ത് നന്നായിട്ട് കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കുഴൽ ഉപയോഗിച്ചിട്ട് ഊതുന്നു. പിന്നെ വായുസഞ്ചാരം സുഗമമാക്കണം അല്ലെ? നന്നായിട്ട് വായു കിട്ടുന്നിടത്താണ് തീ കത്തുക. പിന്നെയോ വിറക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കുക. അടുപ്പിൽ ഒരുപാട് വെണ്ണീർ ഇങ്ങനെ നിറഞ്ഞു നിന്നാലൊന്നും എന്താണ് അടുപ്പ് ശരിക്കും കത്തി കിട്ടൂല. പിന്നെ മാസത്തിലൊരിക്കൽ ചിമ്മിനി വൃത്തിയാക്കുക. ചിമ്മിനി എന്താണെന്നറിയില്ലേ? നമ്മുടെ ഒരു പുകയൊക്കെ പോകുന്ന ഒരു കുഴല്, ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതാണ് ചിമ്മിനി. അവിടെ നന്നായിട്ട് വൃത്തിയാക്കണം. കരിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ വൃത്തിയാക്കണം. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. പുക കെട്ടി നിന്ന് കഴിഞ്ഞാലും തീ കത്തൂല. അപ്പൊ പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? എന്തിനാണ് കുഴൽ ഉപയോഗിച്ചിട്ട് ഊതുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ കുഴൽ ഉപയോഗിച്ചിട്ട് വീട്ടിലെ അമ്മമാര് ഊതുന്നത്? എന്തിനാണ്? വിറക് കത്താന് ഓക്സിജൻ ആവശ്യമാണ്. അടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതി കൊടുക്കുമ്പോൾ ഓക്സിജൻ ലഭ്യമാക്കുകയും അടുപ്പ് ശരിയായ രീതിയിൽ കത്തുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? നമുക്ക് വിറക് കത്താന് ഓക്സിജൻ ആവശ്യമാണല്ലേ? അപ്പൊ നമ്മൾ കുഴൽ വെച്ചിട്ട് അടുപ്പിലേക്ക് ഊതി കൊടുക്കുമ്പോൾ അതിലേക്ക് ഓക്സിജൻ കിട്ടുകയും പിന്നെന്താ അടുപ്പ് ശരിയായ രീതിയിൽ കത്തുകയും ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്താണ് കുഴല് ഉപയോഗിച്ചിട്ട് അടുപ്പില് ഊതി കൊടുക്കുന്നത്. അടുത്ത ചോദ്യം ഒരു പരീക്ഷണം ചെയ്തു നോക്കാനാണ്. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ചു വെക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നിങ്ങളിത് ചെയ്തു നോക്കേണ്ടതാണ്. എന്തൊക്കെ ചെയ്യേണ്ടത്? ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുത്തിട്ട് 2 കത്തിച്ചു വെക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികൾ നിരീക്ഷിക്കുക. അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തിയെന്ന് അതിനെ കുറിച്ചൊരു പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താ സംഭവിക്കുക? 2 മെഴുകുതിരി കത്തിച്ചു വെച്ച് ഒന്നുകൊണ്ട് മൂടിയാല് എന്തായിരിക്കും സംഭവിക്കുക? പരീക്ഷണം ചെയ്ത് നോക്കട്ടെ. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് ഞാനിവിടെ ഏകദേശം ഒരു പരീക്ഷണക്കുറിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ക്ലാസ്സിൽ നിന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്കിത് ശരിക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം ലക്ഷ്യം എന്താണ്? കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിക്കുക. ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ മെഴുകുതിരികൾ, ഗ്ലാസ്. ഇനി നടപടിക്രമം. ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ചു വെക്കുക.
ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. നിരീക്ഷണം എന്ന് എഴുതിയിട്ട് ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ മെഴുകുതിരി ജ്വാല കെടുന്നു. എന്തായിരിക്കും നമ്മുടെ ഗ്ലാസ് കൊണ്ട് ആ ഒരു മെഴുകുതിരിനെ മൂടി നോക്കുമ്പോൾ ആ ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരിന്റെ തീ അങ്ങ് കെട്ടുപോകും. എന്നിട്ടോ അനുമാനം, എല്ലാ പദാർത്ഥങ്ങളും കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. അനുമാനം എന്ന് പറഞ്ഞാൽ നിഗമനം. എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. മെഴുകുതിരി ജ്വാല ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ വായുസഞ്ചാരം തടസ്സപ്പെടുകയും മെഴുകുതിരി കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് മെഴുകുതിരി അണഞ്ഞു പോകുന്നത്. എന്താ സംഭവിക്കുക? മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അങ്ങ് കെട്ടുപോകും അല്ലെ തീ. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ മെഴുകുതിരി കത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ മെഴുകുതിരി ജ്വാല കെട്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും എഴുതി നോക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. അടുപ്പ് ഉപയോഗിക്കുമ്പോൾ. അടുപ്പിന്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? താപനഷ്ടം കുറക്കാൻ എന്തെല്ലാം ചെയ്യാം? എന്തൊക്കെയാണ് താപനഷ്ടം കുറക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം. പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം. നല്ല വായുസഞ്ചാരം ലഭിക്കണം. വിറക് കുത്തി നിറക്കരുത്. വിറക് ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കണം. ഉണ്ടാവുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കും. അടുത്തതൊരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഇനി ക്രൂഡ് ഓയിലിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് മക്കളെ ക്രൂഡ് ഓയില്? പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, LPG, നാഫ്ത. അപ്പൊ ഇതുപോലെ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലേ? അവയിൽ ചിലതാണ് വിറക്, മണ്ണെണ്ണ, ഡീസല്, പെട്രോള്, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. ഇതുകൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നതിനനുസരിച്ച് കൂട്ടങ്ങളാക്കൂ. അപ്പൊ താഴെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ഇതിന് 3 കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖരം എന്നതിൽ ഏതൊക്കെയാണ്? വിറക്, കൽക്കരി, ചാണകവരളി, അറക്കപ്പൊടി. ദ്രാവകം ഡീസല്, പെട്രോള്, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, ബയോഡീസൽ, എത്തനോൾ. ഇനി വാതകമായിട്ടുള്ളത് LPG, CNG, ഹൈഡ്രജൻ, പ്രകൃതിവാതകം. ഇങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ എഴുതുക കേട്ടോ. നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. ഇതിലും കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ. അടുത്തത് എന്താ? ഒരു ഡാമിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരു വലിയൊരു ഡാമിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇനി എന്താ? ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ? കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡാം ഉണ്ടല്ലോ, അതാണ് അണക്കെട്ടിനാണ് കേട്ടോ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണക്കെട്ടിൽ എന്താണ്? വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അതിൽ നിന്നാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റിൽ നിന്നും വൈദ്യുതി. 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ഓലപ്പമ്പരം, പിന്നെ കാറ്റാടിപ്പാടം അല്ലേ. അപ്പൊ നോക്കൂ, എങ്ങനെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ. അതാണ് നമ്മളിപ്പോ ചിത്രത്തിൽ കണ്ടോ. വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മനസ്സിലായില്ലേ? നമ്മൾ കാറ്റാടി യന്ത്രം അല്ലെങ്കിൽ വിൻഡ് മില്ല്, അതില് അതിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടർബൈനും കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്ററൊക്കെ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം തൊട്ടു നോക്കൂ. എന്താണ് അനുഭവപ്പെട്ടത്? കാരണം എന്ത്? പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ? അപ്പൊ നമ്മൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെച്ച് നോക്കുക.
എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം തൊട്ട് നോക്കുക. എന്താ അനുഭവപ്പെടുക? എന്തായിരിക്കും? ചെയ്തു നോക്കുക കേട്ടോ. എന്താണ്? എല്ലാവർക്കും അറിയുന്നവർക്കും അല്ലേ, നല്ല ചൂടായിട്ടുണ്ടാവും ആ സ്റ്റീൽ പാത്രം. കാരണം എന്താണ്? ആ സൂര്യന്റെ ആ ഒരു സൂര്യനിൽ നിന്നുള്ള ഒരു ഊർജം അല്ലെ, ആ ഒരു പ്രകാശം, ആ ചൂട് തട്ടിയിട്ടാണ് നമ്മുടെ സ്റ്റീൽ പാത്രം ചൂടായിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ വെള്ളം ചൂടാവും അല്ലേ? ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങള്. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലാണ്? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വസ്തുക്കൾ ഉണക്കുന്നതിന്, പിന്നെയോ വസ്ത്രങ്ങൾ ഉണക്കുന്നതിന്, വിറകുണക്കുന്നതിന്, ധാന്യങ്ങൾ ഉണക്കുന്നതിന്, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണക്കുന്നതിന്, മത്സ്യവും മാംസവും ഉണക്കുന്നതിന്, കളിമൺ പാത്രങ്ങൾ ഉണക്കുന്നതിന്. അങ്ങനെ ഒരുപാട് എന്തൊക്കെയല്ലേ, സൂര്യപ്രകാശം കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അധികവും ഉണക്കാനല്ലേ, സൂര്യന്റെ വെയിലേറ്റിട്ട് നന്നായിട്ട് ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങൾ നമ്മൾ വെക്കാറില്ലേ. എടുത്തു നോക്കൂ. സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. അപ്പൊ താഴെ 3-4 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒരു സോളാർ കുക്കറിന്റെ ചിത്രം. രണ്ടാമത്തത് സോളാർ വാട്ടർ ഹീറ്റർ പോലത്തതാണ് കേട്ടോ. ഇതില് എന്താ പറയാ, ഒരു നമ്മുടെ വെള്ളമൊക്കെ കറണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി കിട്ടും. പിന്നെയോ, ഇനി താഴെ കാണുന്ന ചിത്രങ്ങളിലെ ഉപകരണങ്ങളെ തിരിച്ചറിയൂ. അതിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതെന്തൊക്കെ ഉപകരണങ്ങളാണെന്ന് കണ്ടെത്തണം. എന്തൊക്കെയാണത്? 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ ഉപകരണങ്ങളാണത്? അപ്പൊ സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും കൂടാതെ പിന്നെ ഉള്ളത് സോളാർ കാൽക്കുലേറ്റർ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ എമർജൻസി ലാമ്പ്. ഈ 3 ചിത്രങ്ങളാണ് ബാക്കി അവിടെ തന്നിട്ടുള്ളത്. ഇനി സൗരോർജ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ്? ഈ ഉപകരണങ്ങളിലെ സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലുകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി എന്താവും? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് സൗരോർജ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്. വൈദ്യുത വാഹനങ്ങളാണ് അടുത്തത്. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്നറിയാമോ? പച്ച നമ്പർ പ്ലേറ്റോട് കൂടിയിട്ടുള്ള വാഹനങ്ങളാണ് കേട്ടോ. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? അങ്ങനെയുള്ള വാഹനങ്ങൾ മലിനീകരണം കുറവാണ്, ചെലവ് കുറവ്, പരിപാലന ചെലവിലെ കുറവ്, ശബ്ദക്കുറവ്, ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ശബ്ദം ഉണ്ടാവില്ല, സൗരോർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഇതൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ. ഒരു കുഞ്ഞു പ്രവർത്തനമാണ്, കണ്ടെത്തി എഴുതാനുള്ളതാണ്. എന്താണ്? നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നമ്മുടെ നാട്ടിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുക. എന്നിട്ട് നിരീക്ഷിച്ചിട്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി കൊടുക്കുക. ഏതൊക്കെ വാഹനങ്ങളാണ്? ഇലക്ട്രിക് കാറ്, ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക് ട്രെയിന്, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെന്താ? പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നാൽ എന്താണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. ഈ ഊർജ സ്രോതസ്സുകൾ എന്താണ്? വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇനി അടുത്തത് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ നൽകാനാണ്. എന്തൊക്കെയാണ്? കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ബയോഗ്യാസ്, ഭൗമതാപോർജം. ഇതൊക്കെയാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്കുള്ള ഉദാഹരണങ്ങൾ. അടുത്ത് നോക്കൂ, ബയോഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കൂ. ഊർജോൽപാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടല്ലോ. ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജാവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ താഴെ എന്താണ്? ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ ചിത്രം തന്നിട്ടുണ്ട്. എല്ലാ മക്കളും കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ? ബയോഗ്യാസ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടല്ലേ. എന്തൊക്കെയാണത്? മാലിന്യ നിർമ്മാർജ്ജനം. മാലിന്യം ഇല്ലാതാക്കും വീട്ടിലെ. നമ്മൾ അതിലാണ്, ആ പ്ലാന്റിലാണ് കൊണ്ടുപോയിടുക. ഊർജ്ജ ഉൽപാദനം. ആ ഒരു മാലിന്യം, ആ വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. വൈദ്യുതി അല്ല, നമ്മൾ
ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക. പിന്നെ വളം ലഭ്യത, മലിനീകരണം കുറക്കാം. വളം കിട്ടും, മലിനീകരണം കുറക്കും ചെയ്യാം. ഇനി ഊർജ്ജനഷ്ടം തടയുന്ന എന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കണ്ടെത്തി എഴുതാനാണ്. ഒന്നാമത് ചൂടാറപ്പെട്ടി, പിന്നെയോ തെർമോസ് ഫ്ലാസ്ക്, പിന്നെ റൈസ് കുക്കർ, കാസറോള്. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അടുത്തത് നോക്കൂ, ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം പരിമിതികളാണ് ഫോസിൽ ഇന്ധനത്തിനുള്ളത്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു, പിന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. ഈ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? കാറ്റിന്റെ വേഗത ഒരുപോലെയാണോ? എല്ലായിടത്തും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കുമോ? ഇല്ല അല്ലേ. എന്താണ്, മഴക്കാലമൊക്കെ ആവുമ്പോൾ സൂര്യന്റെ വെളിച്ചം തന്നെ നമുക്ക് കാണാനുണ്ടാവില്ല അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉണങ്ങി കിട്ടാനും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ കാറ്റിന്റെ വേഗത ഒരുപോലെയാണോ? അല്ലല്ലോ. ചില സമയങ്ങളിൽ കാറ്റിന് നല്ല വേഗത ഉണ്ടാകും, ചിലപ്പോൾ കാറ്റേ വീശാറുണ്ടാവില്ല അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്, പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സാണെന്നുണ്ടെങ്കിലും കൂടി എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല അല്ലെ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ട് ഈ ഒരു സൂര്യപ്രകാശത്തിനും കാറ്റിന്റെ വേഗതയിലും. അതുപോലെ തന്നെ തിരമാലയുടെ കാര്യത്തിലും കടലിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയത്ത് തിരമാല ചിലപ്പോൾ നല്ല ഉയർന്നിട്ടായിരിക്കും, ചിലപ്പോൾ വലിയ തിരമാലയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിലോ ചിലപ്പോൾ ഒരു സാധാരണ നോർമലായിട്ടൊരു ചെറിയ തിരമാലയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ആദ്യം ഹൈഡ്രജൻ ഇന്ധനം കാര്യക്ഷമമായ ഊർജ്ജ സ്രോതസ്സാണ്. ഇന്ധന സെല്ലുകളിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഉൽപ്പന്നമായി ജലം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മലിനീകരണമില്ല. ഹൈഡ്രജൻ എളുപ്പത്തിൽ ലഭ്യമാണ്. എന്താണ് ജൈവ ഡീസൽ? സസ്യങ്ങൾ, ആൽഗകൾ, കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും പുനരുൽപ്പാദിപ്പിക്കാവുന്നതുമായ ഇന്ധനമാണ് ബയോഡീസൽ. ട്ടോ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത് നോക്കൂ, വിലയിരുത്താം. താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്തടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്നും എഴുതുക. എന്തൊക്കെയാണ്? പെട്രോൾ, കൽക്കരി, സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, ഡീസല്. അപ്പൊ ഇത് തരംതിരിച്ചെഴുതുക. എങ്ങനെയാണത്? രണ്ട് ബോക്സ് ആക്കി എഴുതിയിട്ട് ഒന്നാമത്തേല് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെന്നും രണ്ടാമത്തെ ബോക്സിൽ പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെന്നും എഴുതുക. ഇനി ഉപയോഗിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി. ഇനി പുനരുപയോഗിക്കാൻ കഴിയാത്തത് ഏതൊക്കെയാണ്? പെട്രോൾ, കൽക്കരി, ഡീസൽ. ഇതേപോലെ എഴുതി കൊടുക്കട്ടോ മക്കളെ. കാരണങ്ങൾ എഴുതുക. ആവർത്തിച്ചുള്ള ഉപയോഗത്തിനു ശേഷവും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. മനുഷ്യരുടെ അനിയന്ത്രിതമായ ഉപയോഗം കാരണം ചില ഊർജ്ജ സ്രോതസ്സുകൾ തീർന്നു പോകുന്നു. അത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. അടുത്തെന്താണ്? ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കുക. അതാ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് കുറെ ബോക്സ് തന്നിട്ടുണ്ട് അല്ലെ. ക്രൂഡ് ഓയിൽ എന്നാണ് നമ്മൾ ആ ഒരു ആദ്യത്തെ ബോക്സിൽ. അതിനെ കണക്ട് ചെയ്ത ഒരുപാട് ബോക്സ് ഉണ്ട്. അതിൽ 1-2 എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടത്. ബിറ്റുമിൻ, നാഫ്ത, പാരഫിൻ. ഇനി ബാക്കിയുള്ളത് നമ്മളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് അപ്പോൾ? ക്രൂഡ് ഓയിൽ, പെട്രോള്, ബിറ്റുമിൻ, ഡീസൽ, നാഫ്ത, LPG, മണ്ണെണ്ണ, പാരഫിൻ, ലൂബ്രിക്കന്റ്, ഓയിൽ. ഇതൊക്കെയാണ് ക്രൂഡ് ഓയിൽ കിട്ടുന്നത് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിറകടുപ്പിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? വായുസഞ്ചാരം സുഗമമാക്കണം, ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം, എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കുക, അനുയോജ്യമായ അളവിലുള്ള പാത്രം ഉപയോഗിക്കുക, പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാവണം, ആവശ്യത്തിൽ കൂടുതൽ വിറക് അടുപ്പിൽ കുത്തി നിറക്കരുത്, വിറക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം, മാസത്തിലൊരിക്കൽ പുകക്കുഴൽ വൃത്തിയാക്കുക. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങൾ. എല്ലാ മക്കൾക്കും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് ചെയ്യട്ടോ. പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ടീച്ചറോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും സഹായത്തോടെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം കേട്ടോ കുറിപ്പൊക്കെ എഴുതി ചേർക്കാൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.